ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഡെയിലി ലൈഫിൽ വീട്ടമ്മമാരായ നമുക്ക് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആകുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. മോൻ്റെ എക്സാമും അതുപോലെ നോമ്പിൻ്റെ തിരക്കും ഒക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായത്. അപ്പോൾ നമുക്ക് സമയം ഒട്ടും തന്നെ കളയാതെ വീഡിയോയിലേക്ക് പോവാം. ധാരാളം പോഷകങ്ങളായാലും ഫൈബറുകളായാലും സമ്പന്നമായ ഒരു പച്ചക്കറിയാണ് പാവയ്ക്ക. നമ്മുടെ ദിവസേനയുള്ള ഫുഡിൽ പാവയ്ക്കയുടെ ഏതെങ്കിലും ഒരു ഐറ്റം ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. വൈറ്റമിൻസും മിനറൽസും ഒക്കെ ധാരാളമുള്ള ഈ പാവയ്ക്ക പച്ചയ്ക്ക് ജ്യൂസ് അടിച്ചോ അല്ലെങ്കിൽ കറിയാക്കിയോ കഴിക്കാവുന്നതാണ്. നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ വിളഞ്ഞ പാവയ്ക്കയാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ പേടിക്കാതെ അത് ഉപയോഗിക്കാം. പക്ഷേ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പാവയ്ക്കയിൽ ധാരാളം വിഷമൊക്കെ അടിച്ചതിന് ശേഷമാണ് നമ്മുടെ കൈകളിലേക്ക് അവ എത്തുന്നത്. മറ്റുള്ള പച്ചക്കറികൾ പോലെ തൊലി ചെത്തിക്കളഞ്ഞിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് വാഷ് ചെയ്തിട്ടോ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല നമ്മുടെ ഈ പാവയ്ക്ക. പൂ വിരിഞ്ഞു വരുന്ന സമയത്ത് തുടങ്ങി വിഷം അടിച്ചാലേ ഇതുപോലുള്ള പാവയ്ക്കൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രതലം കണ്ടോ, മുള്ളു പോലുള്ളത്. ഇങ്ങനെ വിഷം അടിക്കുമ്പോൾ ആ വിഷം എല്ലാം ഈ പ്രതലത്തിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഉപ്പോ മഞ്ഞപ്പൊടിയൊക്കെ കലക്കി വെള്ളത്തിലേക്കിട്ട് കുറച്ച് നേരം വച്ചതിന് ശേഷം കഴുകി എടുത്താണ് നമ്മൾ പാവയ്ക്കൊക്കെ കറി വയ്ക്കാറുള്ളത്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ മുള്ളുകൾക്കിടയിലുള്ള വിഷം തീർത്തും അങ്ങ് പോവില്ല. അതിനുവേണ്ടി നമുക്ക് ഇതുപോലുള്ള ഒരു ബ്രഷ് ഉപയോഗിക്കാം. വിനാഗിരിയോ ഉപ്പോ കലക്കിയ വെള്ളത്തിൽ 10-15 മിനിറ്റ് നേരം മുക്കി വെച്ചതിന് ശേഷം ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ച് ഉരച്ച് കഴുകിയാൽ പാവയ്ക്കയുടെ മുള്ളുകൾക്കിടയിലുള്ള വിഷങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കഴുകിക്കളയാൻ സാധിക്കും. ഉപ്പോ വിനാഗിരി ചേർത്ത വെള്ളത്തിൽ കുറച്ച് നേരം മുക്കി വെച്ച് കഴിയുമ്പോൾ പാവയ്ക്കയുടെ മുള്ളുകൾക്കിടയിലുള്ള അഴുക്കുകളും വിഷാംശങ്ങളൊക്കെ നന്നായിട്ട് കുതിർന്നു വരും. നല്ല നീളമുള്ള ഇതുപോലുള്ള ബ്രസിലുള്ള ബ്രഷ് കൊണ്ട് പതുക്കെ ഒന്ന് ഉരച്ച് കഴുകിയാൽ മതി. പാവയ്ക്കയുടെ മുള്ളുകൾക്കിടയിലുള്ള അഴുക്കുകളും വിഷാംശങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീനാക്കാൻ നമുക്ക് പറ്റും. പാവയ്ക്ക പോലെ തന്നെ അഴുക്കുകളും കീടനാശിനികളൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു പച്ചക്കറിയാണ് വെണ്ടയ്ക്ക. ഉപ്പുവെള്ളത്തിലോ വിനാഗിരി വെള്ളത്തിലോ മുക്കി വെച്ചതിന് ശേഷം വെണ്ടയ്ക്കയും നമുക്കിതുപോലെ തന്നെ ബ്രഷ് കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാം. ബ്രഷ് ഉപയോഗിച്ച് വെണ്ടയ്ക്ക കഴുകിയപ്പോൾ അതിലെ അഴുക്കെല്ലാം ഇളകി വന്നേക്കുന്നത് കണ്ടോ? എന്തുമാത്രം അഴുക്കാണെന്ന് നോക്കി. പാവയ്ക്കയിലെ മുള്ളുകൾക്കിടയിൽ എന്ന പോലെ തന്നെ വെണ്ടയ്ക്കയിൽ കാണുന്ന ഈ പരുപരുത്ത പൂടകൾക്കിടയിലും നിറയെ അഴുക്കും കീടനാശിനികളൊക്കെ പറ്റിപ്പിടിച്ചിരിപ്പുണ്ടാവും. അപ്പോൾ ഇതുപോലുള്ള ഒരു ബ്രഷ് കൊണ്ട് ഉരച്ച് കഴുകിയിട്ട് മാത്രമേ ഇത്തരം പച്ചക്കറികളൊക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ചിലർക്കൊക്കെ അറിയാവുന്നതും അവർ സ്ഥിരമായിട്ട് ചെയ്യുന്നതും ആയിരിക്കും ഈ ടിപ്പൊക്കെ. പക്ഷേ അറിയില്ലാത്തവരുണ്ടല്ലോ, അവർക്കിത് യൂസ്ഫുള്ളാകും. കുട്ടികളും മുതിർന്നവരൊക്കെ ഒരുപോലെ കഴിക്കേണ്ട ഒന്നാണ് പാവയ്ക്ക. പക്ഷെ പാവയ്ക്കയുടെ കയ്പ് കാരണം കുട്ടികൾക്ക് അതത്ര ഇഷ്ടമല്ല. എത്ര കയ്പുള്ള പാവയ്ക്കയും വെറും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കയ്പ് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത്. ആദ്യം തന്നെ കറി വയ്ക്കാൻ ആവശ്യമായ പാവയ്ക്ക നമുക്ക് മുറിച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരടപ്പ് വിനാഗിരിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വിനാഗിരിക്ക് പകരമായിട്ട് ഉപ്പിട്ടാലും മതി കേട്ടോ. ഇതിലേക്ക് പാവയ്ക്ക മുങ്ങിക്കിടക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരിഞ്ഞു വെച്ചേക്കുന്ന പാവയ്ക്ക ഈ വെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് 5 മിനിറ്റ് നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ അരിഞ്ഞ പാവയ്ക്ക ഇങ്ങനെ വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോൾ അതിൽ പോഷകങ്ങൾ കുറേയൊക്കെ നഷ്ടപ്പെടും എന്ന കാര്യം ഉറപ്പാണ് കേട്ടോ. പക്ഷേ കുട്ടികൾക്ക് കൂടി കഴിക്കാനുള്ളത് കാരണം ഇതിലെ കയ്പ് നന്നായിട്ട് കുറഞ്ഞു കിട്ടും. അതിനു വേണ്ടി മാത്രമുള്ള ടിപ്പാണിത്. വിനാഗിരി ചേർത്ത വെള്ളത്തിൽ 5 മിനിറ്റ് കിടന്നപ്പോഴേക്കും പാവയ്ക്കയുടെ കയ്പൊക്കെ നന്നായിട്ട് തന്നെ കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ച് എന്ത് കറി വേണമെങ്കിലും ഉണ്ടാക്കാം. വിനാഗിരിക്ക് പകരമായിട്ട് 1 സ്പൂൺ ഉപ്പിട്ട വെള്ളത്തിൽ മുക്കി വെച്ചാലും പാവയ്ക്കയുടെ കയ്പ് നന്നായിട്ട് തന്നെ കുറഞ്ഞു കിട്ടും. ചിലപ്പോഴൊക്കെ നമ്മൾ ഉള്ളി വാങ്ങുമ്പോൾ ഇതുപോലുള്ള കേടായ ഉള്ളി സവാളയൊക്കെ കിട്ടാറില്ലേ? അപ്പം നമ്മൾ എന്താ ചെയ്യാറ്? ഇങ്ങനെ കേടായ ഉള്ളിയും സവാളയൊക്കെ വെറുതെ അങ്ങോട്ട് വലിച്ചെറിഞ്ഞ് കളയും. അതല്ലേ ചെയ്യാറുള്ളത്? അടുക്കളത്തോട്ടമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ ചീഞ്ഞ ഉള്ളിയും സവാളയൊക്കെ വെറുതെ വലിച്ചെറിഞ്ഞ് കളയാതെ അത് ചെടിയുടെ ചുവട്ടിലേക്ക് ഇട്ട് ചെടിക്ക് വളമാക്കാറുണ്ട്. ഇതുപോലെ കേടായ ഉള്ളിയൊക്കെ മുറിച്ചാലും ചിലപ്പോൾ അതിൻ്റെ ഉൾവശമൊക്കെ കേടാവുകയോ അഴുകി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്കത് കറി വയ്ക്കാൻ കൊള്ളില്ല. ഇതുപോലെ കേടായ ഉള്ളിയോ സവാളയോ ഇനി ആരും വെറുതെ കളയണ്ട കേട്ടോ. ഈ ഒരു ചെറിയ സൂത്രം ചെയ്തു വെച്ചാൽ ഇങ്ങനെയുള്ള ഉള്ളിയും സവാളയും വെച്ച് നമുക്ക് അടിപൊളിയായിട്ടുള്ള സ്വാദുള്ള കറികൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ ടിപ്പ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ചെറിയ പാത്രമാണ് കേട്ടോ. പാത്രത്തിലേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. മണ്ണൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ കുറച്ച് ചകിരിച്ചോറ് എടുത്താലും മതി കേട്ടോ. മണ്ണായാലും ചകിരിച്ചോറായാലും ഒരു പരന്ന പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം അത് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കാം. പിന്നെ വെള്ളം അധികമാവാതെ ശ്രദ്ധിക്കണേ. എക്സസ് ആയിട്ടുള്ള വെള്ളം പാത്രം ചരിച്ചൊന്ന് ഒഴിച്ചു കളഞ്ഞാൽ മതി. പാകത്തിന് നനവുള്ള ഈ മണ്ണിലേക്ക് നമ്മുടെ ആ കേടായ ഉള്ളിയും സവാളയൊക്കെ ഒന്ന് നട്ടു വയ്ക്കാം.
ഉള്ളി നടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ, ഉള്ളിയുടെ ആ വേരുള്ള ഭാഗം വേണം മണ്ണിലേക്ക് വെക്കാൻ. പിന്നെ ഇത് നമ്മുടെ അടുക്കളയിലോ വർക്ക് ഏരിയയിലോ ഒക്കെയാണ് വെക്കുന്നത്. അതുകൊണ്ട് എന്നും നനച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. 2-3 ദിവസം കൂടുമ്പോൾ ഇതുപോലുള്ള ഒരു ചെറിയ സ്പ്രേയർ കൊണ്ട് പതുക്കെ ഒന്ന് നനച്ചു കൊടുത്താൽ മതി. നനയ്ക്കുമ്പോൾ വെള്ളം അധികം ആവാതെ ശ്രദ്ധിക്കണേ. വെള്ളം അധികമായാൽ നമ്മുടെ ഉള്ളി ചീഞ്ഞു പോകും. കണ്ടോ, ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ ചീഞ്ഞ ഉള്ളി മിക്കതും തന്നെ മുളച്ച് ഈ പരുവത്തിന് വന്നിട്ടുണ്ട്. കേടായ ഉള്ളികളും അതുപോലെ തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റാത്ത അത്ര ചെറുതായ ഉള്ളികളൊക്കെ ഇതുപോലെ 1-2 പാത്രങ്ങളിൽ നട്ടുവെച്ചാൽ നമ്മുടെ ആവശ്യത്തിനുള്ള ഉള്ളിത്തണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അടിപൊളി ടേസ്റ്റിലുള്ള ഒന്നാണ് ഉള്ളിത്തണ്ടും മുട്ടയും വെച്ചുള്ള തോരൻ. കൂടുതൽ ഉള്ളിത്തണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് മാത്രം വെച്ച് നമുക്ക് രുചികരമായ തോരൻ ഉണ്ടാക്കിയെടുക്കാം. കേടായ ഉള്ളി കൊണ്ട് ഇങ്ങനെ ചെയ്തു വെച്ചാൽ നോൺ വെജ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ ചൈനീസ് ഡിഷൊക്കെ ഉണ്ടാക്കുമ്പോഴും നമുക്ക് ആവശ്യത്തിനുള്ള ഉള്ളിത്തണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതും 10 പൈസ പോലും ചിലവില്ലാതെ. ഈ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ചെയ്തു നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോസ്.